കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ടൊരു വിധിയുണ്ടായിരുന്നു. അത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്യുലറിസം എന്നുള്ള വാക്ക്, സെക്യുലറിസം, സോഷ്യലിസം എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെക്കുറിച്ച്. അതിനകത്ത് കോടതി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇത് നടന്നിട്ട് 40 വർഷമായി. രണ്ടാമത്തെ കാര്യം, ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാനും കൂടിയുണ്ട്. അതുകൊണ്ട് പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ വർഗീയവാദികൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ നാടൊരു സെക്യുലർ ഡെമോക്രസിയാണ്. മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമാണ്. മതനിരപേക്ഷ ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മളത് പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലെ പോലെ മതനിരാസം എന്നുള്ളതല്ല. കാരണം മതാത്മകമായി ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു നാട്ടിൽ മതത്തിൻ്റെ സെൻറ്റിമെൻസുകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്. അതേസമയം സർക്കാരിനൊരു മതമില്ല എന്നുള്ളതാണ് സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് സെക്യുലർ രാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ, അതാണ് അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ട ഒരു കാര്യം, ബാബറി മസ്ജിദിൻ്റെ തകർച്ച. അപ്പോൾ ഇന്ന് ബാബറി മസ്ജിദിൻ്റെ തകർച്ച അതിന് അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. സുപ്രീം കോടതിയും പറഞ്ഞത് നിയമവാഴ്ചയ്ക്ക് മേലുണ്ടായ അതിഭീകരമായ ആഘാതം എന്നാണ് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെക്കുറിച്ച് പറഞ്ഞത്. ഇത് നമ്മുടെ ഒരു സെക്യുലർ ഡെമോക്രസിയുടെ ക്യാരക്ടറിനെ, അതിൻ്റെ സ്വഭാവത്തെ ഭീതികരമായ വിധത്തിൽ സ്വാധീനിച്ച, അപകടപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ബാബറി മസ്ജിദിൻ്റെ പൊളിക്കൽ എന്നുള്ളത്. അത് നിയമത്തിന് വിരുദ്ധമായിരുന്നു, നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമായിരുന്നു, അത് സുപ്രീം കോടതിക്ക് കൊടുത്ത ഉറപ്പുകളുടെ വിരുദ്ധമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നും കുറേ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത ഒരു രാമക്ഷേത്രം ഉണ്ടായി. ആ രാമക്ഷേത്രം RSS BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി എനിക്ക് തോന്നുന്നു UPയിലെ മനുഷ്യർ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു. നമ്മളിപ്പോൾ ഈ ബാബറി മസ്ജിദിന് ശേഷം നമ്മുടെ രാജ്യം, നമ്മുടെ സെക്യുലർ ഡെമോക്രസി നേരിടുന്ന വലിയൊരു പ്രശ്നം വീണ്ടും വന്നിട്ടുണ്ട്. അത് ഇപ്പം ഉത്തരേന്ത്യയിൽ നമ്മളിപ്പോഴും പലപ്പോഴും കണ്ടു തുടങ്ങിയിരിക്കുന്നുണ്ട്. അതെന്നാണ് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നത് നമുക്കറിയില്ല. ഉത്തരേന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ, മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് കീഴിൽ ഒരു ഹിന്ദു ആരാധനാലയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കോടതികളിൽ നിരന്തരം കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ കേസുകളിലൊക്കെ കോടതികൾ ഇത് പരിശോധിക്കാൻ വേണ്ടി ഉത്തരവിടുന്നു. ആ പരിശോധനയുമായി ബന്ധപ്പെട്ട് ആ പരിശോധന ആളുകൾ എതിർക്കുന്നു. അതിൻ്റെ പുറത്ത് അക്രമം ഉണ്ടാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആണ് ഉത്തർപ്രദേശിലെ സംഭാലിൽ ഒരു മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തുണ്ടായിരുന്ന 1600കളിലുണ്ടായിരുന്ന ഒരു മുസ്ലിം പള്ളിയുടെ സർവേ നടത്താൻ വേണ്ടി ചെന്ന സംഘത്തെ തടയുകയും അതിനോടനുബന്ധിച്ച് വെടിവയ്പ്പുണ്ടാകുകയും 5 പേർ മരിക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇപ്പം വളരെ ആശ്വാസകരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ സർവേ തൽക്കാലം നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞു. സർവേയുടെ പുറത്തുള്ള നടപടികൾ നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞു. സർവേ കഴിഞ്ഞിട്ടുണ്ട്. സർവേയുടെ പുറത്തുള്ള അതിൻ്റെ ഫൈൻഡിങ്സ് സീൽഡ് കവറിൽ സൂക്ഷിക്കാനോ അതിൻ്റെ പുറത്ത് നടപടികൾ എടുക്കരുത്. അലഹബാദ് ഹൈക്കോടതി ആ കേസുമായി ബന്ധപ്പെട്ട് തീർപ്പ് കൽപ്പിച്ചിട്ട് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഒരു പരമപ്രധാനമായ കാര്യം കൂടി പറഞ്ഞു. സമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചും അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. കോടതി ഇത് പറയുമ്പോഴും നമ്മുടെ മുമ്പിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമം 1991 നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് 1991. ഈ നിയമമുണ്ട്. ആ നിയമം പറയുന്നത്, സുപ്രീം കോടതി പറയുന്നത് ഇതേ കാര്യത്തിൻ്റെ അന്നത്തെ ഒരു ലെജിസ്ലേറ്റീവ് ടൂളായിട്ടാണ് ഈ നിയമം വരുന്നത്. അതായത് നാട്ടിൽ സമാധാനം ഉണ്ടാക്കണം. അപ്പോൾ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കം, രാമജന്മഭൂമി ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട തർക്കം വളരെ രൂക്ഷമായിട്ട് നിലനിൽക്കുന്ന സമയത്താണ് ഈ ബില്ല് പാസ്സാക്കുന്നത്, ഈ നിയമം പാസ്സാക്കുന്നത്. ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 1947 ഓഗസ്റ്റ് 15, അതായത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഒരു ആരാധനാലയത്തിൻ്റെ സ്വഭാവം എന്താണോ, റിലീജിയസ് ക്യാരക്ടർ, അതിൻ്റെ മതപരമായ സ്വഭാവം എന്താണോ അത് നിലനിർത്തുക. അതൊരു കാരണവശാലും മാറ്റം വരുത്താൻ പാടില്ല. ആ നിയമത്തിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഒബ്ജക്ട്സിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കേന്ദ്ര സർക്കാരിന് പ്രതിനിധിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ചരിത്രാതീതമായി തന്നെ നമ്മൾ പലതരത്തിലുള്ള മതങ്ങൾ, പലതരത്തിലുള്ള വിശ്വാസധാരകൾ
ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടേത്. അപ്പം ആ ഒരു സിൻക്രറ്റിക് കൾച്ചർ നിലനിർത്തുക എന്നുള്ളത് ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചരിത്രത്തിൻ്റെ അങ്ങ് പുറകോട്ട് പോകുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. 1947 ഓഗസ്റ്റ് 15 നമ്മളൊരു ജനാധിപത്യ രാജ്യമായി മാറി, ഒരു പുതിയ രാജ്യമായിട്ട് മാറി. അപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതല്ല, ചരിത്രത്തിലെ ഏറ്റവും മികച്ച കാര്യങ്ങൾ മാത്രം എടുത്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് വളരെ കൃത്യമായിട്ട് ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് നിയമം ഉണ്ടാകുന്നത്. ആ നിയമത്തിൽ പറയുന്നത് 1947 ഒരു ആരാധനാലയത്തിൻ്റെ, ഒരു പൊതു ആരാധനാലയത്തിൻ്റെ സ്വഭാവം എന്താണോ അത് അങ്ങനെ തന്നെ നിലനിർത്തുക. അതൊരു കാരണവശാലും അതേ മതവിഭാഗത്തിൻ്റെതാണെങ്കിൽ അതിന് തന്നെ വേറൊരു ഉപവിഭാഗത്തിൻ്റേതായിട്ടോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റേത് വേറൊരു മതവിഭാഗത്തിൻ്റേതാക്കിയോ മാറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സുപ്രീം കോടതിയിൽ നാട്ടിൽ ധാരാളം കേസുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും അപകടകരമായ ഒരു നിരീക്ഷണം വന്നത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിൻ്റെതാണ്. അതിൽ മതപരമായ സ്വഭാവം മാറ്റാൻ പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷേ മതപരമായ സ്വഭാവം എങ്ങനെ നിശ്ചയിക്കും എന്നുള്ള കാര്യം നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരിയുള്ള സർവേകൾ നടത്താം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടായിട്ട് വന്നത്. ഇതേ കാര്യം പിന്നീട് ഗ്യാൻവാബി മോസ്കിൻ്റെ കേസിൽ വന്നപ്പോൾ അലഹബാദ് ഹൈക്കോടതി അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതിൽ സർവേ നടത്താനും അത് കുഴിച്ചു നോക്കാനുമുള്ള ജില്ലാ ജഡ്ജിയുടെ ഉത്തരവ് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി ഇതേ കാര്യം പറയുന്നുണ്ട്. അതായത് കുറച്ച് പേർ പറയുന്നു അതൊരു ക്ഷേത്രമാണെന്ന്, കുറച്ച് പേർ പറയുന്നു അതൊരു മോസ്കാണ് എന്ന്. അതിൽ രണ്ടും കൂടെ ഒരുമിച്ച് വരാൻ പാടില്ലല്ലോ. അപ്പം ഒരുമിച്ചത് ഒരേ സമയത്ത് അത് രണ്ടും പാടില്ല. അപ്പം അതിൻ്റെ ആരാധനാലയത്തിൻ്റെ ഇത് നിശ്ചയിക്കണം. അപ്പോൾ അതിനുവേണ്ടി സർവേ നടത്തണം, അതിനുവേണ്ടി ആർഗ്യുമെൻ്റ് നടത്തണം, അതിനുവേണ്ടി കുഴിച്ചു നോക്കാം എന്നുള്ളതാണ് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതിനകത്തൊരു ശരിയായൊരു പ്രശ്നമുണ്ട്. കാരണം ആ നിയമത്തിൽ ഒരു ആരാധനാലയത്തിൻ്റെ മതസ്വഭാവം എങ്ങനെയാണ് എന്ന് ഇന്ന വിധത്തിൽ നിശ്ചയിക്കണം എന്ന് ആ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. ആ നിയമത്തിലൊരു പോരായ്മയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ കോടതി പറയുന്നത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ആരാധനാലയത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കണം. ഇപ്പം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ക്ഷേത്രം, അല്ലെങ്കിൽ പറവൂർ മസ്ജിദ്, അല്ലെങ്കിൽ നമ്മൾ കൊടുങ്ങല്ലൂർ മസ്ജിദ്, ഇതിൻ്റെ അല്ലെങ്കിൽ കൊരട്ടി പള്ളി, ഇതിൻ്റെയൊക്കെ സ്വഭാവം, ഇതിൻ്റെ ആരാധനാലയത്തിൻ്റെ സ്വഭാവം എന്താണ്? ആ 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നു അതിൻ്റെ സ്വഭാവം, അത് നിലനിർത്താനാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ സ്വഭാവം എങ്ങനെ നിശ്ചയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിയമത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അതിനുവേണ്ടി കുഴിച്ച് നോക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കോടതികൾ നിരന്തരമായി വിധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, അതിൽ റിലീജിയസ് ക്യാരക്ടർ നിശ്ചയിക്കണം എന്ന് പറയുന്നത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതെങ്ങനെ നിശ്ചയിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഹൈക്കോടതി കെട്ടിടം, അതല്ലെങ്കിൽ ഒരു സ്കൂൾ കെട്ടിടം, ഇതിൻ്റെയൊക്കെ സാധാരണഗതിയിൽ ഇതിൻ്റെ ഉടമസ്ഥത, ഇതിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് അതിൻ്റെ റവന്യൂ രേഖകൾ നോക്കിയാണ്. ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിൻ്റെ പേര് കാണും അവിടെ, അതല്ലെങ്കിൽ റവന്യൂ റെക്കോർഡുകളും എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ റെക്കോർഡുകൾ കാണും. നമ്മൾ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ ഈ ഉടമസ്ഥത തീരുമാനിക്കുന്നത്, അതിലെ സ്വഭാവം എന്തായിരുന്നു തർക്കം കുഴിച്ചു നോക്കി നമുക്ക് തീരുമാനിക്കാം. അതായത് ഇപ്പം ഈ ഗ്യാൻവാബി ക്ഷേത്രം, അതിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് തുടരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കാം. കുഴിച്ച് ചെല്ലുമ്പോൾ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. നമ്മുടെ എന്താണ് നിയമം പറയുന്നത്? കുഴിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അവിടുത്തെ വിഗ്രഹം സ്വയംഭൂവായതാണ് എന്നുള്ളതാണ് വിശ്വാസം. ഹിന്ദുക്കളുടെ വിശ്വാസം സ്വയംഭൂവായതാണ് എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഇതിൻ്റെ അടിയിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളതല്ല, 47 എന്തായിരുന്നു അതിൻ്റെ റിലീജിയസ് സ്ട്രക്ചർ, അടിയിലുണ്ടായിരുന്നു നമ്മൾ കുഴിച്ചെടുത്ത് കഴിഞ്ഞ് അതാണ് റിലീജിയസ് സ്ട്രക്ചർ എന്ന്, അല്ലെങ്കിൽ കുഴിക്കാം 47 മുമ്പ് എന്തായിരുന്നു റിലീജിയസ് സ്ട്രക്ചർ എന്ന് അത് നിലനിർത്തണം എന്നല്ല ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. 47 എന്തായിരുന്നു സ്ട്രക്ചർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടമസ്ഥാവകാശം തന്നെയാണ്. അപ്പോൾ അതല്ലെങ്കിൽ ഒരു മുസ്ലിം, അത് 1936 ഒരു കോടതി വിധിയിൽ അത് കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട്. അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമായി നിശ്ചയം വന്നപ്പോൾ അതൊരു കൂട്ടരുടെയാണെന്ന് പറഞ്ഞു. മുസ്ലിമിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹിന്ദു ക്ഷേത്രം എന്നല്ലെങ്കിൽ നമ്മൾ പറയും അത് ഹിന്ദു ക്ഷേത്രമായിട്ടാണ് കോടതി കണ്ടെത്തുന്നതെങ്കിൽ മുസ്ലിമിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹിന്ദു ക്ഷേത്രമാണ് എന്ന് വരും. അത് എത്രത്തോളം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്? അതെങ്ങനെയാണ് നിയമത്തിൽ നമ്മളത് അംഗീകരിക്കാൻ വേണ്ടി പറ്റുക? മുസ്ലിമിൻ്റെ ഉടമസ്ഥതയിലുള്ള മുസ്ലിങ്ങൾ ആരാധന നടത്തുന്ന ഒരു സ്ഥലം, ഇപ്പം ബാബരി മസ്ജിദിൻ്റെ കേസിൽ പോലും സുപ്രീം കോടതിയുടെ അവസാന വിധിയിൽ പറഞ്ഞത് അതിവിചിത്രമായിട്ടൊരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു ആരാധനാലയം തകർത്തു എന്നാണ് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ അകത്ത് പറയുന്നത്, ബാബറി മസ്ജിദ് വിധിയിൽ പറയുന്നത്. എന്നിട്ട് അത് ആൻ എഗ്രീഗിയസ് വയലേഷൻ ഓഫ്
റൂൾ ഓഫ് ലോ എന്നാണ് ആ നിയമത്തിൽ ആ സുപ്രീം കോടതി വിധിയിൽ പോലും പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് അതിന് ന്യായാന്യായങ്ങളെക്കുറിച്ച് നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവിടെ പോലും ഒരു മുസ്ലിം ആരാധനാലയം എന്നവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ കാണേണ്ടത് ഈ നിയമം എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളിങ്ങനെ ചരിത്രത്തിൽ തെറ്റുകളുണ്ടാവാം, അതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പം ഔറംഗസേബിൻ്റെ കാലത്ത് ക്ഷേത്രങ്ങൾ നിരത്തി പള്ളി പണിതിരുന്നു എന്ന് പറയുന്നുണ്ട്. ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ പണം കൊടുത്തിരുന്ന ഔറംഗസേബ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റുകളും വേറെയുണ്ട്. അപ്പം നമ്മൾ ചരിത്രത്തിൽ നടന്നിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ആ ചരിത്രത്തിൽ നടക്കുന്ന തെറ്റുകൾ, ഇപ്പോൾ ഗ്യാൻബാബി എന്നുള്ളത് അവിടുത്തെ വിശ്വനാഥൻ്റെ ക്ഷേത്രമായിരുന്നുവെങ്കിൽ അത് പൊളിച്ചിട്ടാണ് അതിൻ്റെ പുറത്തൊരു മുസ്ലിം പള്ളി പണിതിട്ടുള്ളത് എങ്കിൽ നമ്മൾ ചരിത്രത്തിൽ നടന്നിരിക്കുന്ന ആ തെറ്റ് തിരുത്താൻ പാടുണ്ടോ? അതൊരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അങ്ങനെ നമ്മൾ തിരുത്തി അവിടെ വരെ പോകും. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് ചർച്ച നടന്നപ്പം അതിൽ അന്നത്തെ രാജ്യസഭാംഗമായിരുന്ന രാജ്മോഹൻ ഗാന്ധി അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്താൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് നശീകരണത്തിൻ്റെ മേൽ നശീകരണം മാത്രമേ വരൂ. നമുക്ക് അൺഎൻഡിങ് ആണ്. ആ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ചിലപ്പം വേറൊരു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു ആരാധനാലയം ഉണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വേറെ. നമ്മളിങ്ങനെ അൺഎൻഡിങ് ആയിട്ട് പോകുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമുക്ക് എത്രത്തോളം ശ്രേയസ്കരമാണ്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 80 കോടി ജനങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യരാണ്. സർക്കാർ ഈയിടെയാണ് അത് 80 കോടി മനുഷ്യർക്കാണ് നമ്മൾ ധാന്യങ്ങൾ കൊടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടിയ ശിശുമരണ നിരക്കുകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം. ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും നമുക്ക് ഈ നമ്മുടെ തൊഴിലില്ലായ്മ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം BJP സർക്കാരിന് അധികാരം കിട്ടാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലെ റൂറൽ ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരു സംഭവം തൊഴിലില്ലായ്മയാണ്. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലുണ്ടായിട്ടുള്ള നമ്മളത് വാദത്തിന് വേണ്ടി അതൊരു ഹിന്ദു ക്ഷേത്രത്തിന് മുകളിൽ ഉണ്ടാക്കിയ പള്ളിയാണ് എന്ന് നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രയോറിറ്റി അതാണോ? 2, ഇത്തരം കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1991 ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിയമം അനുസരിച്ച് റിലീജിയസ് ക്യാരക്ടർ നിശ്ചയിക്കാൻ വേണ്ടി നമ്മൾ കുഴിച്ചു നോക്കാൻ പാടുണ്ടോ? സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ നടപ്പ് ശീലമനുസരിച്ച്, നിയമം അനുസരിച്ച് അതിൻ്റെ ഓണർഷിപ്പ് കണക്കാക്കുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ്, കുഴിച്ചു നോക്കിയിട്ടല്ല. അപ്പോൾ ഈ കുഴിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന അനുവാദമാണ് ഇന്നിപ്പം ഉത്തരേന്ത്യയിലെ ഒരുവിധം പള്ളികൾ, പ്രധാനപ്പെട്ട പള്ളികളുടെ ഒക്കെ അടിയിലേക്ക് ഈ ശൂലം നീളുന്നത്. ഒരു വേള RSSൻ്റെ സത്സംഗ ചാലകർ തന്നെ പറയേണ്ടി വന്നു, നിങ്ങളിങ്ങനെ ഓരോ പള്ളിയുടെ അടിയിലും ശിവലിംഗം തപ്പി നടക്കരുത് എന്ന്. ഇത് സത്യത്തിൽ ഒരു രാഷ്ട്രീയപരമായി എനിക്ക് തോന്നുന്ന ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പരിഹാരം കണ്ടിട്ടുണ്ടായിരുന്നേനെ. പക്ഷേ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ധനഞ്ജയ് ചന്ദ്രചൂഡിൻ്റെ ഒബ്സർവേഷനും അതിൻ്റെ പിറകെ വന്ന കോടതി വിധികൾ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഓപ്പണിംഗ് ദ പാൻഡറാസ് ബോക്സ് എന്ന് പറയും. അതായത് പ്രശ്നങ്ങളുടെ ഈ കുപ്പിയിലെ ഭൂതത്തെ തുറന്നു വിടുന്നത് പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1991 നിയമത്തെ പൂർണ്ണമായിട്ടും നിരാകരിച്ചു കൊണ്ടുള്ള സുപ്രീം കോടതി വിധികളാണ് ഇപ്പോൾ വരുന്നത്. അതല്ല എങ്കിലും അതിന് പുറത്തുള്ള ഒരു തരത്തിലുള്ള കേസുകൾ, രാമജന്മഭൂമി ഒഴികെ വേറെ ഒരു ആരാധനാലയത്തിൻ്റെയും സ്വഭാവം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കേസുകളും അന്ന് വരെയുള്ള കേസുകളൊക്കെ അതേപടി തീർന്നു, പുതിയ കേസുകൾ വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. ഇനി അതല്ല, ചരിത്രത്തിൻ്റെ തെറ്റുകളൊക്കെ അവസാനത്തെ തെറ്റ് നമ്മൾ തിരുത്തി അടങ്ങൂ എന്നാണ് നമ്മുടെ രാജ്യം തീരുമാനിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമം വേണം. 1991 നമ്മുടെ രാജ്യം തീരുമാനിച്ചത്, അതിനുവേണ്ടി പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കിയത് 47 സ്വഭാവം നിലനിർത്തുക എന്നുള്ളതാണ്. ആ നിയമത്തെ നമ്മൾ അട്ടിമറിക്കണമെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിന് പുതിയ നിയമം കൊണ്ടുവരാം. ഇത്തരം ആ നിയമത്തെ അനളിയാം. അതല്ലെങ്കിൽ കോടതിക്ക് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാം. ആ നിയമത്തെ അവിടെ വച്ചുകൊണ്ട് അതിനെ അട്ടിമറിക്കുന്ന പണിയാണ് ഇപ്പം നടക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന് താങ്ങാവുന്നതിലും കൂടുതലായിരിക്കും. നമ്മൾ ഈ പ്രശ്നങ്ങളെ ഒന്ന് പരിഹരിക്കാൻ സഹായിക്കില്ല എന്ന് മാത്രമല്ല, കൂടുതൽ നമ്മളുടെ പ്രശ്നങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കാൻ പറ്റുന്നൊരവസ്ഥ ഇന്നിപ്പം ഇന്ത്യയിൽ നിലവിലുണ്ട്. നമ്മൾ ഒരു ബാബറി മസ്ജിദിൻ്റെ പൊളിക്കൽ നമ്മൾ കണ്ടു, അതിൻ്റെ രാഷ്ട്രീയപരമായ ഗുണഫലം എടുക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടു. പക്ഷേ ഇന്നിപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് അവിടെ ബാബറി മസ്ജിദിന് ശേഷം ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്ത് പണിത രാമക്ഷേത്രം കൊണ്ട് BJPക്ക് പൊളിറ്റിക്കലായിട്ട് വലിയ ലാഭം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമാണ്. പക്ഷേ അത് ഉണ്ടാക്കാവുന്ന
രാഷ്ട്രീയമായി നമുക്കുണ്ടാക്കാൻ പറ്റുന്ന നാടിനുണ്ടാക്കാൻ പറ്റുന്ന ക്ഷതം എന്നുള്ളത് എന്നേക്കുമുള്ളതാണ്. മഹാത്മാഗാന്ധിയുടെ വധം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കിയ ഏറ്റവും വലിയ, നമുക്കൊരിക്കലും അളക്കാൻ വയ്യാത്ത വിധം ക്ഷതമാണ് അതുണ്ടാക്കിയത്. ബാബരി മസ്ജിദിൻ്റെ തകർച്ച ഉണ്ടാക്കിയത് അളക്കാൻ വയ്യാത്ത വിധം നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കിടയിൽ അത് സ്പർദ്ധയുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഓരോന്നോരോന്ന് കുഴിച്ചെടുത്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണോ, അതെയോ ഈ നിയമത്തിൻ്റെ സ്പിരിറ്റ് എന്നുള്ളത്, അതായത് ഒരു പലതരം സംസ്കാരങ്ങൾ, അതാണ് നമ്മൾ നടിക്കുന്നത്. ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും പോറ്റമ്മയായിട്ടുള്ളൊരു നാടിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് പറയുമ്പം അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത്തരം എല്ലാ വിശ്വാസങ്ങളും സ്പേസ് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഹിന്ദു മതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സനാതനധർമ്മം എന്ന് നമ്മൾ പറയുമ്പോൾ അത് കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് മറ്റുള്ള പലരും, അതല്ലെങ്കിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് ആണ് നമ്മുടെ നാട്ടിൽ ഈ സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറയാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ആ ഒരു പാരമ്പര്യമാണോ നമ്മൾ നിലനിർത്തേണ്ടത്, അതെയോ നമ്മളിതെല്ലാം കുഴിച്ച് തന്നെ തീർക്കും എന്നുള്ളതാണ്? ആ ചോദ്യം വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം 91 നിയമം എന്നുള്ളത്, ആ നിയമം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം സംഭലിലുണ്ടായതുപോലത്തെ പലതരം പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമുക്കത് ഒട്ടും മുമ്പോട്ട് പോകുന്നതിനെ സഹായിക്കില്ല എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഇറ്റ്സ് എ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഭരണഘടനയുടെ 75ാം വാർഷികം പ്രമാണിച്ച് പ്രസിഡൻറ്റ് പാർലമെൻറ്റിൽ സംസാരിച്ചപ്പോൾ അതൊരു ലിവിങ് ഡോക്യുമെൻ്റാണ് എന്ന് പറയും. അതൊരു സചേതനമായിട്ടുള്ള ഒരു രേഖയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ മാറ്റങ്ങളിൽ അത് വളരെ ഡൈനാമിക്കായിട്ടുള്ള ഒരു സൊസൈറ്റി ഡൈനാമിക്കാണ്. അപ്പം തോമസ് ജെഫേഴ്സൺ, അമേരിക്കൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സംഭാവന ചെയ്ത ആൾ എന്ന് വിശേഷിക്കപ്പെടുന്ന തോമസ് ജെഫേഴ്സൺ പറഞ്ഞിട്ടുണ്ട്, ഓരോ 20 വർഷം കൂടുമ്പോഴും ഓരോ തലമുറ മാറും. അപ്പോൾ ഒരു തലമുറയുടെ മൂല്യബോധമായിരിക്കണം എന്നില്ല അടുത്ത തലമുറയുടെ മൂല്യബോധമായിരിക്കുക. അതല്ലെങ്കിൽ ആ ഓരോ തലമുറയും അവരവരുടെ മൂല്യബോധത്തെ വിചാരണയ്ക്ക് വെക്കുകയും പുതിയ തലമുറ അതിനെ നിശ്ചിതമായി അസസ് ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കുകയും വേണ്ടാത്ത കാര്യങ്ങൾ തള്ളിക്കളയുകയും പുതിയ സൃഷ്ടിക്കുകയും ചെയ്യുന്ന വളരെ പ്രസിഡന്റ് പറഞ്ഞത് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പക്ഷേ കോടതികൾക്ക് ആ ലിബർട്ടി ഇല്ല. കോടതികൾക്ക് ഈ സാമൂഹ്യ ചലനത്തിനനുസരിച്ചിട്ടല്ല അവർ വിധിക്കേണ്ടത്, അവർക്ക് ഭരണഘടന അനുസരിച്ചാണ്. ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഭരണഘടനയുടെ മൊറാലിറ്റിയിലേക്ക് കടന്ന് അവിടെ വെച്ച് വിധിക്കാം. കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലേക്കും ലോകത്തിലെല്ലായിടത്തും വലിയ വലിയ നിയമജ്ഞരായ ജഡ്ജിമാർ അത്തരം ജഡ്ജ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ പിറകോട്ട് നടത്തിക്കുക എന്നുള്ളത് നമ്മൾ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ ഭരണഘടന എന്ന് പറയുന്ന സജീവമായ സചേതനമായ ഒരു ഡോക്യുമെൻ്റ്, അത് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ തോട്ട് പ്രോസസ്സിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പാർലമെൻറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ചിന്തകളെയാണ്. അപ്പം ഈ ഭരണഘടനയിലോ പാർലമെൻറ്റിലോ അല്ല സത്യത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഈ രാജ്യത്തിലെ മനുഷ്യരുടെ മനസ്സിലാണ്, തെരുവുകളിലാണ്. അവിടെയാണ് മനുഷ്യർ രാഷ്ട്രീയം പറയുന്നത്. അപ്പം തെരുവുകളിലെ രാഷ്ട്രീയം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഭരണഘടന സെക്യുലറാണ് എന്ന് നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. അതുണ്ടാക്കിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. സംശയമുള്ള കാര്യങ്ങളൊക്കെ വോട്ടിനിട്ട് ജനാധിപത്യപരമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമാണ്, റിപ്പബ്ലിക്കാണ് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ആ കോൺസെപ്റ്റിന് വിരുദ്ധമാണ്. കാരണം നമ്മുടെ പൊളിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയ ഘടന എന്നുള്ളത് ഈ മതേതര സ്വഭാവത്തിൽ നിന്ന് മാറി അതിൽ വർഗീയവാദികൾക്ക് ഒരു കൂടുതൽ സേ കിട്ടുന്നൊരു കാര്യം വന്നു. അത് വെറുതെ വന്നതല്ല, ജനങ്ങൾ അതിനനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജനങ്ങളുടെ ഹിതമാണ് സർക്കാരിലും പാർലമെൻറ്റിലും കോൺസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ ഓരോ സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ലാർജറായിട്ടുള്ള സമരം എന്ന് പറയുന്നത് ഇതിനനുകൂലമായിട്ടുള്ള വർഗീയവാദത്തിന് അനുകൂലമായിട്ടുള്ള തോട്ട് പ്രോസസ്സ് മനുഷ്യരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ജഡ്ജിമാർ ഭരണഘടനയിൽ അത് വായിക്കാൻ ശ്രമിക്കും, നിയമത്തിൽ അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കും. അതേസമയം 60കളിലും 70കളിലും നമ്മുടെ സുപ്രീം കോടതികൾ പലതരത്തിലുള്ള വളരെ പ്രോഗ്രസീവായിട്ടുള്ള നിയമങ്ങൾ ഇതേ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 21 പറയുന്നത് ജീവിക്കാനുള്ള അവകാശം എന്നുള്ളതാണ്. അതിനെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ സ്വകാര്യത എന്നുള്ളത് ഈ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രോഗ്രസീവായിട്ടുള്ള വിധികൾ വരും. അതൊരു സൊസൈറ്റിയുടെ തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗം. അങ്ങനെയും നിങ്ങൾക്ക് ഭരണഘടന വായിക്കാം.
ഇങ്ങനെയും വായിക്കാം. അതായത് 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞാൽ അതോടുകൂടി നമ്മുടെ നാട്ടിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഈ ഡിസ്പ്യൂട്ടുകൾ അവസാനിപ്പിക്കാനും പുതിയ ഒരു രാജ്യം ഉണ്ടാക്കാനുമുള്ള ഒരു നയമായിട്ട് നമുക്ക് കാണാം. അതേസമയം കുഴിച്ചെടുക്കാനുള്ളൊരു പ്രൊവിഷൻ അതിൻ്റെ അകത്തുണ്ട് എന്നും വായിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇത്തരം കോടതി വിധികളിൽ കാണേണ്ടത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള തോട്ട് പ്രോസസ്സ് നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ടെന്നും അതാണ് ശരി എന്ന് വായിക്കുന്ന കോടതികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതുമാണ്. അവിടെയാണ് നമ്മളത് കാണേണ്ടത്. ഒരേ ഭരണഘടന എങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും, ഒരേ നിയമം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമജ്ഞന്മാരായ പല ജഡ്ജിമാരും പറയും ഒരു കാരണവശാലും ഈ നിയമം ഉള്ളിടത്തോളം കാലം മറ്റൊരു തരത്തിലുള്ള കേസുകളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസുകളും ഒരു തർക്കങ്ങളും കോടതികളിലേക്ക് വലിച്ചെടുക്കാൻ പാടില്ല, കോടതികൾ പരിഗണിക്കാൻ പാടില്ല, അത് നിയമം നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ കാലത്തുണ്ടായിരുന്ന തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഇപ്പോഴുള്ള തോട്ട് എന്നുള്ളത് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ അടിയിലേക്ക് കുഴിച്ചു പോകാൻ അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുടെ തോട്ട് പ്രോസസ്സിന് പ്രാമുഖ്യം കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു സെക്കുലർ ഡെമോക്രസി ആണോ വേണ്ടത്, അതല്ലാതെ ഒരു തിയോക്രാറ്റിക് ഡെമോക്രസി സ്റ്റേറ്റ് ആണോ വേണ്ടതെന്നുള്ള ചോദ്യത്തിൻ്റെ റിഫ്ലക്ഷനാണ് നിങ്ങളീ പറയുന്ന ഈ കോടതി വിധികളിലൊക്കെ കാണുന്നത്. ആ കോടതി വിധികളൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ഒരു സെക്കുലർ നിയമത്തെ മതനിയമമാക്കി മാറ്റാനുള്ള ശ്രമമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിലും ആ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇതല്ല ആ നിയമം മാറ്റാം, സർക്കാരിന് ആ നിയമം മാറ്റാം, ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവന്ന് ആ നിയമം മാറ്റാം. 1947 ഒരു ആർട്ടിഫിഷ്യൽ കട്ട് ഓഫ് ഡേറ്റ് ആണ്. അങ്ങനെയല്ല, സ്വയംഭൂവായ ഒരു വിഗ്രഹം, അതിന് കാലദേശ പരിഗണനകൾ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇന്ത്യ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമല്ല. ഇപ്പം മുസ്ലിങ്ങളൊരു വിഭാഗം പറയും വഖഫ്, വൺസ് വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന് പറയുന്നത്. അപ്പം അതേ ആർഗ്യുമെൻറ്റ് ഞാൻ ഈ ഗ്യാൻബാബിയിൽ ഹിന്ദു വിഭാഗം വൺസ് എ ടെമ്പിൾ ഓൾവേസ് എ ടെമ്പിൾ, ഇതേ കാര്യങ്ങൾ വരും. അങ്ങനെ വന്നു കഴിയുമ്പം മതത്തിലെ ആൾക്കാർക്ക് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുകയും സെക്കുലർ ആയിട്ടുള്ള മനുഷ്യർ അത് അന്തം വിട്ട് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പം സെക്കുലർ മനുഷ്യരുടെ മതം അവനവൻ്റെ ജീവിതത്തിലെ സ്വകാര്യമായിട്ടുള്ള സമ്പ്രദായമാണെന്നും അതിനനുകൂലമായിട്ടുള്ള അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ തർക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെക്കുലർ രീതിയിൽ വേണം പരിഹരിക്കാൻ എന്നും ഭൂരിപക്ഷമുള്ള ആളുകളാണ് നമ്മൾ ഈ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മനുഷ്യരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോയി എന്നും ഇത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്ന മനുഷ്യർക്ക് ഒരു ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതിന് റിഫ്ലക്ഷനാണ് നമ്മൾ ഈ കാണുന്ന കോടതി വിധികൾ. അതിന് പരിഹാരം രാഷ്ട്രീയമായിട്ട് ഈ തോട്ട് പ്രോസസ്സ് തെറ്റാണ് എന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു എളുപ്പവഴി നിയമത്തിലോ ഭരണഘടനയിലോ കോടതികളോ മാത്രമായിട്ട് നമുക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ ഒരു സെക്കുലർ ഡെമോക്രസി ആയിട്ട് തുടരും എന്നുള്ള കാര്യം എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. കാരണം ഇത് നമ്മൾ എത്രത്തോളം ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം നമ്മളൊരു പഴയ ജനതയാണ്. 10, 2000, 3000 വർഷം ഏകദേശം എഴുതപ്പെട്ട ചരിത്രമുള്ള സംസ്കാരം രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യരാണ് നമ്മൾ. അതിന് പല അവകാശവാദങ്ങളും പുറകിലേക്ക് പോകുമെങ്കിലും മിനിമം നമ്മൾ 2000, 3000 വർഷത്തെ ചരിത്രമെങ്കിലും മനുഷ്യരുടെ ചരിത്രം തന്നെ നമുക്കുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ പഠിച്ച പാഠങ്ങൾ കൊണ്ടാണ് നമ്മളൊരു സെക്കുലർ ഡെമോക്രസി ആയിട്ടിരിക്കണം നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ അല്ലാതെ ആയിക്കഴിഞ്ഞ രാജ്യങ്ങൾ എന്താണ് വന്ന് ഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പാകിസ്ഥാൻ എന്താണ് സംഭവിച്ചത്, ബംഗ്ലാദേശിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടുത്തെ ഒരു പ്രധാനമന്ത്രി ഏകാധിപതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മതമൗലികവാദികളുടെ കാർമ്മികത്വത്തിൽ നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഫലമായിട്ട് അവർ പുറത്തുപോയി. ഇപ്പോൾ എന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയുണ്ടാക്കി ആ നാടിൻ്റെ ക്യാരക്ടർ തന്നെ ഇല്ലാതാക്കി, അതിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ബംഗ്ലാദേശിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാമജന്മഭൂമി ക്ഷേത്രം എന്നുള്ളത് RSS BJPയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റായിരുന്നു. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് കൊണ്ടുവന്ന് അത് തെരഞ്ഞെടുപ്പിന് വളരെ കൃത്യമായിട്ട് മുമ്പ് അവർ വളരെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തു. എങ്ങനെയാണ് ഉത്തർപ്രദേശിലെ മനുഷ്യർ അതിനോട് പ്രതികരിച്ചത്? BJPയുടെ എണ്ണം 72-ൽ നിന്ന് 33-ലേക്ക് 64-ൽ 2019 അത് 32-33 സീറ്റിലേക്ക് കൂപ്പുകുത്തി. അപ്പം മതം എന്ന് പറയുന്നത് മനുഷ്യരുടെ അവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ അതിനെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നതിൽ ആദ്യത്തെ ഐറ്റമായിട്ട് നിശ്ചയിച്ച് കഴിഞ്ഞാൽ
അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ മനുഷ്യർക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതിൻ്റെ അർത്ഥം അവർ മതനിരാസികളാണ്, മതത്തെ നിരസിക്കുന്നു എന്നുള്ളതല്ല. മതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മതം സംരക്ഷിക്കലാണ്, അല്ലെങ്കിൽ ദൈവത്തെ സംരക്ഷിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെ മനുഷ്യർ സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും വലിയ 10,000-3000 വർഷത്തെ ചരിത്രമുള്ള മനുഷ്യരുടെ പിന്നെ ജനപദങ്ങൾ എന്ന നിലയ്ക്കുള്ള ചരിത്രമുള്ള ഒരു നാട്ടിൽ 10-20 വർഷം RSSകാർ ഭരിച്ചു എന്നുള്ളത് കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വഭാവം മുഴുവൻ മാറണമെന്നില്ല. അതാണ് നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടത്, പല സ്ഥലങ്ങളിലും കണ്ടത്. ഇപ്പം ഇന്ത്യ സഖ്യത്തിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്നുള്ളത് ഞാൻ എൻ്റെ കണക്കിൽ വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ അത് കയ്യിലിരിപ്പുണ്ട്. എന്ന് മാത്രമല്ല, അത് തെരഞ്ഞെടുപ്പ് ജയിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള വഴികളുണ്ട്. അത് ജനങ്ങളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം മഹാരാഷ്ട്രയിൽ 6 മാസത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നപ്പം ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടമുണ്ടായി. അതിനുശേഷം അവിടുത്തെ സർക്കാരിന് അവർക്കത് കാര്യം മനസ്സിലായി. അവർ ചെയ്ത കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ മുകളിലാണ് നരേന്ദ്രമോദി അവിടെ ചെന്നിട്ട് അതിഭീകരമായ വിഭജന വർത്തമാനം പറഞ്ഞത്. പക്ഷേ ആ വിഭജന വർത്തമാനത്തിലേക്ക് അപ്പുറത്തേക്കായിട്ട് ഞാൻ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് BJP സഖ്യത്തിൻ്റെ വിജയത്തെ കാണുന്നത് അവർ നടപ്പാക്കിയ ക്ഷേമ പരിപാടികളുടെ ഒരു ഫലം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പം തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് അത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അജണ്ടയായിട്ട് മാറ്റാത്തിടത്തോളം കാലം തെരഞ്ഞെടുപ്പ് ജയം ഉണ്ടാകണമെന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം BJPക്ക് വോട്ട് ചെയ്യുന്ന എല്ലാ മനുഷ്യരും വർഗീയവാദികളാണ് എന്നുള്ള ആർഗ്യുമെൻറ്റ് എനിക്കില്ല. BJPക്ക് വോട്ട് ചെയ്യുന്ന മനുഷ്യർക്ക് അവർ 1500 കാരണങ്ങൾ കൊണ്ട് അവർ BJPക്ക് വോട്ട് ചെയ്യുന്നിരിക്കും. ആ മനുഷ്യരെല്ലാം വർഗീയവാദികളാണ് എന്നുള്ള ഓരോ ആർഗ്യുമെൻറ്റും ഞാനായിട്ട് അംഗീകരിക്കില്ല. അതേ മനുഷ്യർ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തത്. അതേ മനുഷ്യർ തന്നെയാണ് ഈ പ്രാവശ്യം RSSB അയോധ്യയിൽ പിന്നെ എങ്ങനെയാണ് ഒരു മതനിരപേക്ഷ ഇന്ത്യയിൽ ഇന്നിപ്പം നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ഒരു മതനിരപേക്ഷ ശക്തിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അയോധ്യയിലെ മനുഷ്യർ വോട്ട് ചെയ്തതെന്നുള്ളത്. അപ്പം മനുഷ്യരെ എന്നേക്കുമായി കാലിബ്രേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നതിനോട് എനിക്ക് ഈ മനുഷ്യർ അടിസ്ഥാനപരമായിട്ട് സെക്കുലർ ആണ്. ഇന്ത്യൻ ജനാധിപത്യം ആ പൊളിറ്റിയിൽ, പക്ഷേ ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് പലപ്പോഴും വന്നു കഴിയുമ്പം ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇതിൻ്റെ അകത്തെ സെക്കുലറായിട്ടുള്ള 90% മനുഷ്യർ നിശബ്ദരായിരിക്കും. ഇതിൻ്റെ അകത്തെ 10% വർഗീയവാദികൾ എണീറ്റ് എന്ന വർത്തമാനം പറയും. അവരാണ് കേരളത്തിലെ മുസ്ലിം മതന്യൂനപക്ഷത്തിൻ്റെ നാവ് എന്നുള്ള മട്ടിൽ വർത്തമാനം പറയും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ലാർജർ ഇന്ത്യയിലും ഒരു മനുഷ്യർ അധികവും ജാതിപരമായിട്ടുള്ള അനീതികൾ പലപ്പോഴും അതിൻ്റെ അകത്തുണ്ടാവും. പക്ഷേ മതങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങേയറ്റം സെക്കുലറായിട്ടുള്ള മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതല്ല എങ്കിൽ വളരെ പ്രത്യക്ഷത്തിൽ നമ്മൾ ഒരിക്കലും കാണാത്തതുപോലെ മതം മാത്രം പറഞ്ഞിട്ടാണ് RSS BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. എന്തുമാത്രം പച്ചയ്ക്കാണ് മതം പറഞ്ഞുകൊണ്ടിരുന്നത്. അക്രമകാരികൾ എന്ന് വിളിക്കുന്നു, അവരുടെ വേഷം കണ്ട അത്. ഇത് മാത്രമല്ല, ഹിന്ദുക്കളുടെ താലിമാല പറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം പറഞ്ഞ് എല്ലാ നാട്ടിലും BJP RSS തോറ്റു. അപ്പോൾ മനുഷ്യരെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അതേസമയം അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് പലപ്പോഴും വരുമ്പം കോടതികൾ വേറെ ഏതെങ്കിലുമൊക്കെ ഈ നിയമത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വിധികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത്യധികം ഖേദകരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ പ്രോസസ്സ് സ്ട്രോങ് ആവുകയും അത് പ്രകടമായി നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പ്രകടമായി വരികയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ടായിരുന്നൊരു മറുപടിയായിട്ടുള്ളത്. ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ നിങ്ങളീ പറഞ്ഞ ലോകത്തിൽ എവിടെ അനീതി നടന്നാലും കേരളത്തിൽ ഒരാൾ പ്രതികരിക്കാനുണ്ടാവും. ഇതിൻ്റെ പ്രശ്നം ഇതിനെ മതപരമായി ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമം നടന്നു. ഇപ്പോൾ ഫലസ്തീനിലെ കാര്യം പറഞ്ഞാൽ, ഫലസ്തീനിൽ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ അവിടെ തന്നെ അഭയാർത്ഥികളാക്കുകയും അവരുടെ പുറത്ത് എല്ലാ തെമ്മാടി സ്വഭാവവും കാണിക്കുന്ന ഒരു രാഷ്ട്രം നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ ആക്രമണത്തിന് ഇരയാകുന്ന ആളുകൾ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതുകൊണ്ട് അതൊരു മുസ്ലിം പ്രശ്നമല്ല. ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മുസ്ലിം തീവ്രവാദികൾ, മുസ്ലിം മതവാദികൾ, മുസ്ലിം മതരാജ്യവാദികൾ ഇവരൊക്കെ അതിനെ മതപ്രശ്നമായി കാണുകയും ഈ സെക്കുലർ സമൂഹത്തെ ഈ പെയിൻറ്റ് വെച്ച് അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അത് അപ്പുറത്തുള്ള മതവർഗീയവാദികൾക്ക്, ഹിന്ദു വർഗീയവാദികൾക്ക് അതൊരു വളമായി മാറി. അതുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത് പ്രവർത്തനവും ഏത് തരത്തിലുള്ള മതവാദികളോട് ചേർന്ന് നമുക്ക് നടത്താൻ വേണ്ടി പറ്റില്ല. കാരണം ഒരു മതവാദിയുടെ പ്രസൻസ് സെക്കുലർ രാഷ്ട്രീയത്തെ ഒരിക്കലും സന്തോഷിപ്പിക്കുക. അയാൾ ഏത് കോസിന് വേണ്ടി നിന്നാലും, ഒരു മതവാദി ഏത് ശരിയായ കോസിന് വേണ്ടി നിന്നാലും അയാൾ നിൽക്കാനുള്ള അയാൾക്ക് അവകാശമുണ്ടെന്നുള്ളതല്ലാതെ സെക്കുലർ രാഷ്ട്രീയം പിന്തുടരുന്ന ഒരാൾക്കും അയാളോട് ഒരു തരത്തിലുള്ള ഐക്യപ്പെടലിനും സാധ്യമല്ല. കാരണം അയാൾ ചേരുന്നതോടുകൂടി ആ മുഴുവൻ പ്ലാറ്റ്ഫോമും
മതവാദ പ്ലാറ്റ്ഫോമായി മാറുന്നു. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്റ്റേജിൽ വന്നാൽ ആ സ്റ്റേജ് മുഴുവൻ ജമാഅത്തെ ഇസ്ലാമി സ്റ്റേജായിട്ട് വ്യാഖ്യാനിക്കാൻ വേണ്ടി RSSനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് മതവാദികളെ മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെ സെക്കുലർ രാഷ്ട്രീയത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ ബൈ ആൻഡ് ലാർജ് നമ്മൾ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള കോംപ്രമൈസും വരുത്തുക എന്ന് പറഞ്ഞാൽ മതവാദികളോട് ഏതെങ്കിലും ഈവൻ അവരുടെ കോസും നമ്മളുടെ കോസും ഒന്നായാൽ പോലും അവർക്കൊപ്പം പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് മറ്റുള്ള മതവർഗീയവാദികളെ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരം എന്നുള്ളത് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മനുഷ്യർ മാത്രം നടത്തേണ്ടതാണ്. മതവർഗീയവാദികൾ അവർക്ക് പരസ്പരം അവരുടേതായ ഒരു അലയൻസ് ഉണ്ട്. അവർ പരസ്പരം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് മതനിരപേക്ഷത ആണ് കേരളം മുമ്പിൽ കാണുന്നതെങ്കിൽ ഈ മതവാദികളെ എത്ര ചെറുതോ വലുതോ ആയാലും അവർ പരസ്പരം പോഷിപ്പിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി മാറ്റി നിർത്തുകയും മതനിരപേക്ഷ പക്ഷത്തേക്ക് കൂടുതൽ ആൾക്കാർ വരികയും അവർ കൂടുതലായി സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കേരളം മതനിരപേക്ഷമായി നിലനിൽക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യുകയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.